എൻ്റെ പേര് ഡോക്ടർ പ്രകാശ് ജോർജ്. ഞാൻ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ ആൻഡ് ജോയിൻറ്റ് റിപ്ലേസ്മെൻറ്റ് സർജനാണ്. തൃശ്ശൂർ ദയാ ജനറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സീനിയർ സിറ്റിസൺ അല്ലെന്നുണ്ടെങ്കിൽ ജെറിയാട്രിക് ആളുകളിലുള്ള വീഴ്ചയും അതെങ്ങനെ തടയാൻ പറ്റും, എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. നമ്മുടെ കാഷ്വാലിറ്റിയിൽ എല്ലാ ദിവസവും ഒത്തിരി പ്രായമായിട്ടുള്ള ആളുകൾ വീണ് വരാറുണ്ട്. അതിൽ ഒരു 5-ൽ ഒരാളെങ്കിലും നല്ല സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസും കൊണ്ടാണ് വരുന്നത്. അത് പല പല ഇഞ്ചുറീസ് ആയിരിക്കാം. നമ്മൾ വീണ് കഴിയുമ്പോൾ തല പൊട്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ തലയ്ക്കകത്ത് ബ്ലീഡിംഗ് ആയിട്ടായിരിക്കാം വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ കൈയിൻ്റെ റിസ്റ്റിൻ്റെ തൊട്ട് മുകളിലത്തെ എല്ല് പൊട്ടിയിട്ടായിരിക്കും വരുന്നത്. പിന്നെ കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ സ്പൈനിൽ ഫ്രാക്ചേഴ്സ് ആയിട്ട്, പിന്നെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഹിപ്പ് ഫ്രാക്ചേഴ്സ് ആയിട്ടും വരാറുണ്ട്. ഇതല്ലാതെ ബാക്കി കൈമുട്ട്, കാൽമുട്ട്, ആങ്കിളും ഒക്കെ ഫ്രാക്ചേഴ്സും വരാറുണ്ട്. പക്ഷേ അതൊക്കെ കുറവാണ്. കൂടുതലും ഈ പറഞ്ഞ പോലെ തലയ്ക്ക് ഇഞ്ചുറി, റിസ്റ്റിന് ഇഞ്ചുറി, സ്പൈൻ ഇഞ്ചുറിയും ഹിപ്പിന് ഇഞ്ചുറി ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ വരുന്ന പേഷ്യൻസിനെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നമ്മൾ അത് ആലോചിക്കുമ്പോൾ ഇതിൽ പല കാര്യങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഇത് നമുക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഈ പേഷ്യൻസിന് ഈ ഫ്രാക്ചേഴ്സ് വരുന്നതും അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി നമുക്ക് ആലോചിക്കാം. ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് എന്ന് വെച്ചാൽ ബോണിൻ്റെ കട്ടി കുറവായ അവസ്ഥ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? നമുക്ക് അതിന് കാൽഷ്യം, വൈറ്റമിൻ ഡിയും പ്രോട്ടീനും ഒക്കെ സപ്ലിമെൻ്റ് കൊടുത്ത് നമുക്കത് ബോണിൻ്റെ സ്ട്രെങ്ത് കൂട്ടാമെന്നാണ്. പിന്നെ ഈ ഫ്രാക്ചേഴ്സ് വരാനുള്ള ഏറ്റവും കാരണം എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആളുകൾക്ക് മസിൽ വീക്കാണ്. അപ്പം അവർക്ക് പഴയ പോലെ അത്രയും മസിലിൻ്റെ പവറില്ല നടക്കാനും സ്റ്റെപ്പ് കയറാനും ഒക്കെ. അപ്പം നമ്മൾ റെഗുലർ എക്സസൈസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിൻ്റെ നമുക്ക് മസിലിനെ ഡെവലപ്പ് ചെയ്ത് ഈ വീഴ്ചകൾ കുറയ്ക്കാമെന്നാണ്. വേറൊരു കാരണമാണ് ഇംബാലൻസ് എന്ന് വെച്ചാൽ ബാലൻസ് നഷ്ടപ്പെടുക. അത് വളരെ കോമൺ ആണ് പ്രായത്തിൽ. പല പല കാരണങ്ങളാൽ വരാം. ഷുഗർ കുറഞ്ഞ കാരണം വരാം, സോഡിയം കുറഞ്ഞ കാരണം വരാം. അതല്ലാതെ എന്തെങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാരണം, പാർക്കിൻസോണിസം പോലത്തെ അസുഖങ്ങൾ കാരണം വരാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കിടന്നിട്ട് എണീക്കുമ്പോൾ നമ്മുടെ രക്തഓട്ടം തിരിച്ച് തലച്ചോറിൽ വരാത്ത കാരണം പോസ്ചറൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും, തലകറക്കം കാരണം വരാം. അപ്പം ഇങ്ങനെ പല കാരണങ്ങളാൽ ബാലൻസ് തെറ്റി പ്രായമുള്ള ആളുകൾ വീഴാറുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വീഴ്ചകൾക്ക് വേറൊരു കാരണം എന്ന് പറയുന്നത് ലൈറ്റിംഗ് കണ്ടീഷൻസ്. നമ്മുടെ മുറികളിലുള്ള ലൈറ്റിംഗ് കണ്ടീഷൻസ്, എസ്പെഷ്യലി പ്രായമുള്ളവർ കിടക്കുന്ന മുറിയിൽ നോർമലിനേക്കാളും കൂടുതൽ വേണം. നല്ലപോലെ വെൽ ലിറ്റ് ആയിട്ടുള്ള റൂംസിൽ വേണം നമ്മൾ അവരെ കീപ്പ് ചെയ്യാനായിട്ടുള്ളത്. അതുമാത്രമല്ല, ഈ ലൈറ്റ് ഓണാക്കാനുള്ള സ്വിച്ചസ് ഇവരുടെ അടുത്ത് തന്നെ വേണം, കട്ടിലിൻ്റെ അടുത്ത് തന്നെ വേണം. അല്ലാതെ ഇരുട്ടത്ത് എണ്ണീറ്റ് നമ്മൾ ഒരിടത്ത് വരെ പോയി ലൈറ്റ് ഓൺ ആക്കുന്ന ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും അവർക്ക് അത് ചിലപ്പോൾ ബാലൻസും കിട്ടില്ല. അപ്പോൾ അവർ വീഴാനുള്ള സാധ്യത കൂടിയാണ് വരുന്നത്. പിന്നെ നമ്മൾ ഇവരുടെ റൂംസ് നല്ല ക്ലട്ടർ ഫ്രീ ആയി, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മിനിമലിസ്റ്റ് ആയിട്ട് സാധനങ്ങൾ അവിടെ ഇവിടെയും വലിച്ചെറിയാതെ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് വെക്കുക. അപ്പം തട്ടി വീഴാനുള്ള സാധ്യതയും വളരെയായിട്ട് കുറയാറുണ്ട്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ പ്രായമുള്ളവർ വീഴുന്നത് ബാത്റൂമിലാണ്. ബാത്റൂം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നോക്കാനുള്ളത്. ബാത്റൂമിനകത്ത് കമോഡിൽ നിന്ന് ഇരുന്നെണ്ണിക്കാൻ ഗ്രാബ് റെയിൽസ് കൊടുക്കണം. ഷവർ ചെയ്യുന്ന സ്ഥലത്തും ഗ്രാബ് റെയിൽസ് കൊടുക്കണം. തറയിൽ ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈൽസോ അതുപോലത്തെ ഫ്ലോറിങ് വേണം. അതേപോലെ നമ്മൾ ബാത്റൂമിൽ നിന്ന് അകത്തോട്ട് കയറുമ്പോഴും പുറത്തോട്ട് ഇറങ്ങുമ്പോഴുള്ള ഏരിയ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റോ ഡ്രൈ ആയിട്ടുള്ള ഏരിയ നമ്മൾ ഡിസൈൻ ചെയ്ത് വെക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ തറയുടെ സ്മൂത്ത്നെസ് ചേഞ്ച് ആവുന്ന കാരണം അവർക്ക്, ആ പ്രായമുള്ളവർക്ക് അത് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം പെട്ടെന്ന് വീഴാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഇതാണ്, ബാത്റൂമിനകത്തോട്ട് കയറിയപ്പോൾ തെന്നി വീണു. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. വീണു, ഫ്രാക്ചർ സംഭവിച്ചു, എന്ത് ചെയ്യും? വീട്ടിൽ വെച്ച് എത്രയും പെട്ടെന്ന് ഇവരെ ആശുപത്രിയിൽ കൊണ്ടുവരിക. നമ്മളൊരു എക്സ്റേ എടുത്ത് എന്ത് ഫ്രാക്ചറാണെന്നുള്ളത് സ്ഥിരീകരിക്കുക. അതിനനുസരിച്ചുള്ള തക്കതായ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ റിസ്റ്റ് ഫ്രാക്ചർ വന്നു. 90% ഓഫ് റിസ്റ്റ് ഫ്രാക്ചേഴ്സും നമുക്ക് റിസ്റ്റിന് നമ്മൾ കറക്റ്റായിട്ട് ബോൺസ് പൊസിഷൻ ചെയ്ത് ഒരു പ്ലാസ്റ്റർ ഇട്ടാൽ ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഒരു 10% നമുക്ക് ചിലപ്പം ചെറിയ സർജറീസ് എല്ലാം വേണ്ടി വരാം. സ്പൈൻ ഫ്രാക്ചേഴ്സ്, അതിലും ഒരു 90%ഉം നമ്മൾ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് റെസ്റ്റ് എടുത്ത് അതിന് പറ്റിയ ബ്രേസൊക്കെ ഇട്ട് നമ്മൾ പേഷ്യൻറ്റിനെ പെട്ടെന്ന് മൊബിലൈസ് ചെയ്യും കുറച്ച് കളയുമ്പോൾ. അതിൽ നമുക്ക് പേഷ്യൻറ്റിനെ റിക്കവർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഹിപ്പ് ഫ്രാക്ചേഴ്സാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. അത് നമ്മൾ എക്സ്റേയിൽ ഹിപ്പ് ഫ്രാക്ചറാണെന്ന് കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് അതിൽ 90% നമുക്ക് സർജറീസ് തന്നെ വേണ്ടി വരും. അപ്പം നമ്മൾ ഈ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അവരുടെ മെഡിക്കൽ ഇവാലുവേഷനൊക്കെ നടത്തി, ഈ പ്രായത്തിലുള്ള മിക്ക പേഷ്യൻസിനും പല പല മെഡിക്കൽ പ്രശ്നങ്ങളുള്ളതാണ്. BP, ഷുഗർ, ഹാർട്ടിൻ്റെ പ്രോബ്ലം, ശ്വാസം മുട്ടൽ, അങ്ങനെ അതൊക്കെ ഒന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ പേഷ്യൻറ്റിനെ സർജറിക്ക് എടുത്ത് അവരെ എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് തിരിച്ച് അവരെ കാല് നടത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം.
അതിപ്പം പല അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. നമുക്ക് കീ ഹോളായിട്ട് നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. ബോൾ റീപ്ലേസ്മെൻറ്റ് സർജറി ഉണ്ട്. അതൊക്കെ വെച്ച് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ പേഷ്യൻറ്റിനെ എണ്ണിപ്പിച്ചിരുത്തുകയും പതുക്കെ പതുക്കെ നടത്തി തുടങ്ങുകയും അവരെ ആ വീഴ്ചയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ തിരിച്ചു അവരുടെ കാലിൽ നടത്തിച്ചു തുടങ്ങുകയും ചെയ്യാം. അതിലുള്ള മേജർ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ പേഷ്യൻ്റ് ഒന്ന് വീണ് കിടപ്പായി കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ മെൻ്റൽ ആ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും. പിന്നെ തിരിച്ചെണ്ണീറ്റ് നടക്കാൻ അവർക്ക് ആ കോൺഫിഡൻസ് ഇല്ലാതാവും. രണ്ടാമത് കിടന്നു കഴിയുമ്പോൾ ബെഡ് സോർ അല്ലെന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ഇൻഫെക്ഷൻ, ന്യൂമോണിയ അതേപോലത്തെ അസുഖങ്ങൾ വന്ന് അവർ വീണ്ടും വഷളായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവരെ സർജറി ചെയ്ത് നമ്മൾ തിരിച്ച് കാലിൽ എത്തിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ല റിസൾട്ട് നമ്മൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഇനി മരുന്ന് കൊണ്ടും മെഡിസിൻ കൊണ്ടും എന്തൊക്കെയാണ് നമ്മൾ ഈ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ഫോൾസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം സപ്ലിമെൻറ്റ്, വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്, പ്രോട്ടീൻ സപ്ലിമെൻറ്റ്, വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്, ഇതൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് അതിന് തക്കതായുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം ബാലൻസിൻ്റെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് നമ്മൾ അതിന് തക്കതായ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഈ BP, ഷുഗർ അങ്ങനെ മുതലായ അസുഖങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് നമ്മളത് കൺട്രോളിൽ വെക്കണം. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഴ്ചയുടെ നമുക്ക് ഫ്രീക്വൻസിയും നമുക്ക് വീഴ്ച ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ആ ഒരു ഇഞ്ചുറീസും നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്.